السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ അല്ലാഹുവിന് തൃപ്തിയുള്ള മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹനവും ക്ഷമയും അതിന്റെ വിവിധ രൂപങ്ങളുമൊക്കെയാണ് ഇന്ന് നമുക്കൊരൽപ്പനേരം സംസാരിക്കുവാനുള്ളത്. എഴുതുവാനും പറയുവാനുമൊക്കെ വളരെ എളുപ്പമുള്ള രണ്ട് വാക്കുകളാണ് ക്ഷമ, അതുപോലെ തന്നെ സഹനം എന്ന ഈ വാക്കുകളൊക്കെ. എന്നാൽ ജീവിതത്തിൽ അത് പ്രായോഗിക രംഗത്ത് ഏറെ പ്രയാസകരമാണ്. വളരെ പ്രയാസമുള്ള സംഗതി തന്നെയാണ് ക്ഷമിക്കുക, സഹിക്കുക എന്നത്. എന്നാലോ ഈ ക്ഷമയും സഹനവും നിർബന്ധവുമാണ്. അതില്ലാതെ സ്വർഗത്തിൽ എത്താനും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിൽ മകാരിഹി, പ്രയാസങ്ങൾ കൊണ്ടാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാനും തരണം ചെയ്യാനും കഴിയുന്നവർക്കേ സ്വർഗത്തിലെത്താൻ കഴിയൂ എന്നർത്ഥം. നേരെ മറിച്ച് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, നരകം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് ദേഹേച്ഛകൾ കൊണ്ടാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ തോന്നിയത് പ്രവർത്തിക്കാം, ഇഷ്ടം പോലെ ചെയ്യാം, ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുക, ആഗ്രഹിക്കുന്നതൊക്കെ പ്രവർത്തിക്കുക, നേരെ നരകത്തിലേക്ക് പോകും. എന്നാൽ സ്വർഗം കിട്ടാൻ അങ്ങനെയല്ല. സ്വർഗം കിട്ടാൻ പ്രയാസം സഹിക്കണം, ബുദ്ധിമുട്ട് സഹിക്കണം, വല്ലാത്ത ക്ഷമയുള്ളവർക്കേ സ്വർഗം കിട്ടുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിരിക്കുന്നത്.
ഇനി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. അല്ലാഹുവിന്റെ ചോദ്യം. അം ഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടന്നു കളയാമെന്ന്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എങ്ങനെയായിട്ടല്ലാതെ വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ത്യാഗം സഹിക്കാനും ജിഹാദ് ചെയ്യാനും ബുദ്ധിമുട്ട് സഹിക്കാനും അങ്ങനെ കുറച്ച് കഷ്ടപ്പെടാനൊക്കെ തയ്യാറുള്ളവർ ആരൊക്കെയുണ്ടെന്ന് അറിയുന്നത് വരെ. വയഅലമസ് സാബിരീൻ, നന്നായി ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടെന്ന് അറിയുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ അങ്ങ് കയറാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. നമ്മെ പിടിച്ചു കുലുക്കേണ്ടുന്ന ചോദ്യമാണ്, നമ്മെ വല്ലാതെ വിഷമിപ്പിക്കേണ്ട ചോദ്യമാണ്, നമ്മളെ മനസ്സിൽ വല്ലാതെ ഏത് സമയത്തും കൊണ്ടു നടക്കേണ്ടുന്ന ചോദ്യമാണ്. എന്താ അള്ളാന്റെ ചോദ്യം? സ്വർഗത്തിൽ കയറാന്ന് വിചാരിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും അതിനൊക്കെ തയ്യാറില്ലാതെ അത്തരം ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യാതെ കണ്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും സഹിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് കയറിക്കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാന്റെ ചോദ്യം. സ്വർഗം പടച്ച റബ്ബാ ചോദിക്കുന്നത്. സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനത്തിന്റെ അനുവാദം തരേണ്ടുന്ന നാഥനാ ചോദിക്കുന്നത്. പെട്ടെന്ന് അതിൽ കയറാൻ കഴിയൂല. നല്ലോണം സഹിക്കാനും നല്ലോണം ക്ഷമിക്കാനും തയ്യാറുള്ളവർക്കുള്ളതാണ് സ്വർഗം എന്ന് ചുരുക്കം. നമ്മളാണെങ്കിൽ നിരന്തരം അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തിന് വേണ്ടി യാചിക്കുന്നു, സ്വർഗം തരണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. എങ്കിൽ നമുക്ക് നിർബന്ധമാണ് ക്ഷമ, നമുക്ക് നിർബന്ധമാണ് സഹനം എന്നത് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ ഇതിന്റെ മഹത്വം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ക്ഷമിക്കുന്നതിന്റെ മഹത്വം, സഹിക്കുന്നതിന്റെ മഹത്വം, അതിന്റെ ആവശ്യകത, അതൊക്കെ നിരന്തരം ഉത്ബോധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഖുർആനിലൂടെ, ഹദീസിലൂടെ. നമ്മൾ മറന്നുപോകരുത്. എന്തായി ക്ഷമ, എന്തായി സഹനം എന്നൊക്കെ പറഞ്ഞാൽ അതിന് കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം എന്താ? മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവാണ് ക്ഷമ. മനസ്സിനെ ശരിക്ക് കൺട്രോൾ ചെയ്ത് നിലനിർത്താനുള്ള കഴിവ്, അതിനാണ് ക്ഷമ, സഹനം എന്നൊക്കെ പറയുന്നത്. അത് പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ സഹിക്കാറുണ്ട്, ക്ഷമിക്കാറുണ്ട്. അതിനെല്ലാത്തിനൊന്നും അള്ളാഹു കൂലി തരൂല. അള്ളാഹു കൂലി തരുന്ന സഹനം എന്ന് പറയുന്നത് ഏതാ? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സഹിക്കുക, നമ്മൾ ക്ഷമിക്കുക. അതിനാണ് അള്ളാഹു തആല പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുന്നവരാരോ അവർക്കാണ് സ്വർഗം. അള്ളാഹ്ക്ക് വേണ്ടി സഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കണം. അതാണ് ഇബ്തിഗാഇ റബ്ബിഹിം എന്ന് പറയുന്നത്. അപ്പോഴേ അള്ളാഹ് പ്രതിഫലം തരൂ. മറ്റേതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി നമ്മളൊരു ത്യാഗം സഹിച്ചിട്ട് അതിന് അള്ളാഹ് കൂലി തരൂല. അള്ളാഹ്ക്ക് വേണ്ടി സഹിക്കണം, ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹ് നിർദ്ദേശിച്ചു, വലി റബ്ബിക ഫസ്ബിർ, വലി റബ്ബിക ഫസ്ബിർ, നബിയെ താങ്കളുടെ റബ്ബിന് വേണ്ടി ക്ഷമിക്കൂ, റബ്ബിന് വേണ്ടി സഹിക്കൂ. അപ്പൊ നമ്മുടെ ത്യാഗവും നമ്മുടെ സഹനവും നമ്മുടെ ക്ഷമയും ആരുടെ പ്രീതിക്ക് വേണ്ടി ആയിരിക്കണം? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. എങ്കിലാണ് അത് ഇസ്ലാം നമ്മിൽ നിർബന്ധമാക്കിയിട്ടുള്ള ക്ഷമയും സഹനവും ഒക്കെയായി മാറുകയും മരണാനന്തരം ശാശ്വതമായ നമ്മുടെ സൗഭാഗ്യത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭ്യമാകാൻ കാരണമായി തീരുകയും ചെയ്യുക അത്തരത്തിലുള്ള ക്ഷമക്കും സഹനത്തിനും മാത്രമായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രംഗത്തും നമുക്ക് ക്ഷമയും സഹനവും ആവശ്യമാണ്.
അത് ചില പ്രത്യേകമായ പോയിന്റുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, ക്ഷമക്ക് 2-3 വിഭാഗങ്ങളുണ്ട്. 2-3 മേഖലകളിൽ നമുക്ക് ക്ഷമ അനിവാര്യമാണ്, സഹനം അനിവാര്യമാണ്. അതിൽ ഒന്നാമത്തത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമയാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിന് ഇഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല സഹനം വേണം, നല്ല ക്ഷമ വേണം. അതിന് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ ക്ഷമ വേണമെന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്ത്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. അല്ലാഹു ആരാണ്? അവനെ പരിചയപ്പെടുത്തുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനിടയിലുള്ളവയുടെയും പരിപാലകനായ റബ്ബാണ്, രക്ഷിതാവാണ് അല്ലാഹു. ആകയാൽ അങ്ങനത്തെ റബ്ബിനായിരിക്കണം ഫഅബ്ദുഹു, നീ അവനെ മാത്രം ആരാധിക്കണം. ഫഅബ്ദുഹു വസ്തബിർ അലൈഹാ, ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, ആ റബ്ബിനെ ഇബാദത്തെടുക്കുന്നതിൽ നീ നല്ലോണം സഹിക്കണം. ആകാശഭൂമികളുടെയും അവ രണ്ടിനിടയിലുള്ളതിന്റെയും റബ്ബാണ് നിന്റെ റബ്ബ്. ആ റബ്ബിനെ മാത്രം നീ ഇബാദത്തെടുക്കണം, ആരാധന ചെയ്യണം. വസ്തബിർ ലിഇബാദതിഹി, അവനെ ഇബാദത്തെടുക്കുന്നതിൽ നല്ലോണം നീ സഹിച്ചേ പറ്റൂ. അപ്പൊ നോക്കൂ, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ക്ഷമ വേണം എന്നാണ് ആ പറയുന്നത്. 5 നേരത്തെ നിസ്കാരം മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ്. നല്ല ക്ഷമയുള്ളവർക്ക് അത് നിർവഹിക്കാൻ കഴിയുള്ളൂ. അതിന്റെ നിർവഹണത്തിൽ ക്ഷമ വേണം, അതിന്റെ സമയം കീപ്പ് ചെയ്യുന്നതിൽ ക്ഷമ വേണം, അതിൻ്റെതായ അദബുകൾ പാലിക്കുന്നതിൽ നല്ല സഹനം വേണം. അത് മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന കാര്യത്തിൽ നല്ല ക്ഷമ വേണം, സഹനം വേണം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം, നമ്മൾ നമസ്കരിക്കണം. അതിന്റെ പുറമെ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, വഅ്മുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഅ്മുർ അഹ്ലക ബിസ്സലാ, ഞാൻ നിസ്കരിച്ചാ മാത്രം പോരാ, എന്റെ നിസ്കാരം മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ പോരാ. എന്റെ ഭാര്യ കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? എന്റെ ഭർത്താവ് കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? എന്റെ മക്കള് കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത, ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാത്ത ബോധം എന്ന ഒന്ന് മനുഷ്യനിൽ അവശേഷിക്കുന്നിടത്തോളം കാലം ശരീരത്തിന്റെ ഒരു അവയവങ്ങൾക്കും ചലനമില്ലെങ്കിൽ പോലും ബോധമുണ്ടെങ്കിൽ നിർവഹിക്കൽ നിർബന്ധമായ നിസ്കാരം അത് നിർബന്ധമാണ്. അത് നല്ല ക്ഷമയോടെ സഹനത്തോടെ നിർവഹിക്കണം. സ്വന്തം നിർവഹിക്കാനും ക്ഷമ വേണം, മറ്റുള്ളവരോട് പറയാനും ക്ഷമ വേണം. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നിസ്കാരത്തിന് കൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് വസ്തബിർ അലൈഹാ, അതിന്റെ കാര്യത്തിൽ നീ നല്ലോണം സഹിക്കണം. കുടുംബം കൃത്യമായിട്ട് നിസ്കരിച്ചോ നോക്കാൻ അത് ക്ഷമയോടെ സഹനത്തോടെ അത് ആലോചിക്കുന്ന ആളുകളെ അത് നോക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ കാര്യം നോക്കാം, അവര് നിസ്കരിച്ചെങ്കിൽ നിസ്കരിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, എത്ര വെച്ചിട്ട് അത് പറയാ, ഞാനത് എന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. അവനവന്റെ കുടുംബത്തിലെ മെമ്പർമാരൊക്കെ കൃത്യസമയത്ത് നിസ്കരിച്ചോ എന്ന പരിശോധനക്ക് കുറച്ച് ക്ഷമയും കുറച്ച് സഹനവും കുറച്ച് മാനസികമായ തയ്യാറെടുപ്പൊക്കെ വേണം. അവരെ അത് ശ്രദ്ധിക്കുകയുള്ളൂ, അവർക്കേ അതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിച്ചോക്കോ, അവർ നിസ്കരിച്ചോ ഒന്നും അറിയണ്ട, ഭക്ഷണമായോ എന്നായിക്കോളൂ. നിസ്കരിച്ചോ ആവുകയെന്ന് ഞാൻ അറിയണ്ട. അവര് നിസ്കരിച്ചോ, അവര് നിസ്കരിക്കാൻ സമയം കിട്ടിയോ, അല്ലെങ്കിൽ മക്കള് നിസ്കരിച്ചോ, മക്കള് പഠിച്ചോ, അത് ചോദിക്കും. നിസ്കരിച്ചോ, അതൊന്നും ചോദിക്കാൻ എനിക്ക് സമയമില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നല്ല ക്ഷമയോടെ സഹനത്തോടെ ഇവരോട് നിസ്കരിക്കാൻ കൽപ്പിക്ക്. ഇനി നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കും നല്ല ക്ഷമയോടെ മാത്രമേ അത് നിർവഹിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ല. ക്ഷമയോടെ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഖുശൂഅ് വേണം, മുഹാഫളത്തു വഖ്ത് വേണം, എല്ലാ മര്യാദകളും പാലിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ക്ഷമ
അതിന്റെ ഖുശൂ ആണ്, അതിന്റെ ഖുദൂ ആണ്, അതുപോലെ തന്നെ അതിലുള്ള അടങ്ങി താമസിക്കലാണ്, തുമഅനീനത്താണ്. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോ നല്ല ക്ഷമയുള്ളവർക്കല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ ഭാരമായിരിക്കുമെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർക്ക് നല്ല താല്പര്യം ഉണ്ടാകും, അവർക്ക് അടക്കമുണ്ടാകും, ഒതുക്കമുണ്ടാകും, സാവകാശം അത് നിർവഹിക്കും, ക്ഷമയോടെ അത് നിർവഹിക്കും. അള്ളാഹു അതിന് പഠിപ്പിച്ച അദബുകളൊക്കെ അവരുടെ നിസ്കാരത്തിൽ അവർ പാലിക്കും. കാരണം അവരുടെ മനസ്സിൽ നല്ല ക്ഷമയുണ്ട്, സഹനമുണ്ട്. ഒരു തിരക്ക് പിടിക്കൂല, അവർ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ നിർവഹിക്കും. അതേ അവസരത്തിൽ മുനാഫിക്കിന് അതിന് കഴിയൂല. മുനാഫിക്കിന് അത് സഹിക്കാൻ കഴിയൂല. കുറച്ചു നേരം ഒന്ന് അടങ്ങി നിന്ന് ഒന്ന് മനസ്സാന്നിധ്യത്തോടുകൂടി കൃത്യമായി ഒരു ക്ഷമയോടെ സഹനത്തോടെ അത് നിർവഹിക്കാൻ വേണ്ടി മുനാഫിക്കുകൾക്ക് കഴിയൂലാണ് അല്ലാഹു തആല പറയുന്നത്. ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. മുനാഫിക്കീങ്ങളെ പറ്റി അല്ലാഹു പറയുന്നു, വഇദാ ഖാമൂ ഇലസ്സലാ, അവർ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ ഖാമൂ കുസാലാ, വളരെ മടിയന്മാരായിട്ടാണ് നിർവഹിക്കുക. ഇതൊന്ന് കഴിഞ്ഞിട്ടാ മതി എന്നേ മനസ്സിലുണ്ടാവുള്ളൂ. നിസ്കാരത്തെ കുറിച്ച് ഓർക്കുമ്പോ വരേ മടി, അലസത. ഇതൊന്നും എപ്പോഴാ തീർന്നു കിട്ടുക? സമയം അല്പം വൈകിപ്പോയാൽ, ഇമാമൊന്നും അല്പം ദീർഘിച്ചു പോയാൽ മടിയായി, വിഷമമായി. എവിടെയാ പെട്ടെന്ന് തീരെ അവിടെ പോവുക. കുറച്ച് നീളമുള്ള നിസ്കാരമാണെങ്കിൽ അവിടെ പോണ്ട. തിരക്കുള്ള സമയത്ത് മാത്രമല്ല, എപ്പോഴും അതൊരു ശീലം. എന്താ കാരണം? നിസ്കരിക്കാൻ കയറിയ പെട്ടെന്ന് കഴിയണം. അവിടെ റുകൂഉ ഇല്ല, സുജൂദ് ഇല്ല, ഹൈ സ്പീഡിലുള്ള നിസ്കാരമാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാനാണ് മുനാഫിക്കിന്റെ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത്. നിസ്കാരത്തിൽ അവൻ അല്ലാഹുവിനെ വളരെ കുറഞ്ഞ സമയമല്ലാതെ സ്മരിക്കുകയില്ല. എന്താ കാരണം എന്നറിയോ? കുറച്ചു നേരം ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്ന് നിസ്കരിക്കാനുള്ള അതിന് പോലുമുള്ള ക്ഷമ അവനില്ല, അതിന് പോലുമുള്ള സഹനം അവനില്ല. അവൻ നിസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് അതിന്റെ മര്യാദകളും അതിൻ്റെതായ ചിട്ടകളും പാലിച്ചുകൊണ്ട് ഒരാൾക്ക് നിർവഹിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എവിടുന്ന് നിർവഹിക്കുമ്പോഴും നിസ്കാരത്തിലേക്കാണ് കേറി പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി എന്ന മട്ടിൽ നിർവഹിക്കുന്ന നിസ്കാരക്കാർക്കൊന്നും അതിനോട് താല്പര്യമില്ല എന്നർത്ഥം. അവർക്ക് അതിനോട് സഹനമില്ല. റുകൂഇന്റെ സുജൂദിന്റെ അതുപോലെ തന്നെ ഇഅ്തിദാല് ഓരോ അവസരങ്ങളിലും നമ്മളൊക്കെ നമസ്കാരത്തിന്റെ ഫർളുകളായി കൊണ്ട് എണ്ണിപ്പടിച്ച കാര്യങ്ങളാണ് തുമഇനീനത്ത് എന്ന ഘടകം. എന്താ തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ? ഓരോ കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ അടക്കത്തോടെ നിർവഹിക്കണം എന്നാണ് ആ പറയുന്നത്. ഇതിൽ എത്ര ആള് പാലിക്കുന്നുണ്ട്? റുകൂയിലേക്ക് പോയി, ഉയർന്നു, സുജൂദ് പോയി, എഴുന്നേറ്റിരുന്നു, വീണ്ടും പോയി, തഹിയ്യാത്തിൽ ഇരുന്നിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് സ്പീഡിൽ കൂട്ടിയാലും നമുക്ക് ആലോചിച്ചാൽ കിട്ടില്ല, അപ്പോൾക്ക് സലാം വീട്ടും. എന്താ കാരണം എന്നറിയോ? സഹനമില്ല, ക്ഷമല്ല. നന്മ നിർവഹിക്കാൻ ഒരു ക്ഷമല്ല. പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് സുബഹിക്ക് ഏതെങ്കിലും അവസരത്തിലോ എപ്പോഴെങ്കിലും നിങ്ങൾ ഖുർആൻ എടുത്ത് നിവർത്തിയിട്ട് വായിച്ചു നോക്കി. ക്ഷമ വേണം. നല്ല കാര്യം ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴേക്ക് കുറച്ചാണ് 2 വരി ഓതിയുള്ളൂ, ഒരു 3 വരി ഓതിയുള്ളൂ, അപ്പോഴേക്ക് കോട്ടുവായി വന്നു, ക്ഷീണം തോന്നി, അലസത വന്നു, താല്പര്യമില്ല. ഒന്നിങ്ങനെ ഒരു പേജ് വായിച്ചപ്പോഴേക്കന്നെ മറിച്ചു നോക്കി, ഞാൻ ഇപ്പൊ എത്ര ഏട് ഓതി. അപ്പോഴേക്കന്നെ അവന് മടുപ്പായി. വാച്ചിലേക്ക് നോക്കി, അപ്പോഴേക്ക് ഫോണിൽ നോക്കി, അപ്പോഴേക്ക് ശൈത്താൻ ഓരോന്ന് തോന്നിപ്പിച്ചു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു, അവിടെ മടക്കി വെച്ചു. 5 മിനിറ്റ് ക്ഷമയോടെ ഇരുന്ന് ഖുർആൻ ഓതാൻ നമ്മളെ കിട്ടൂല. 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒരു ദിവസം ഖുർആൻ ഓതാനുള്ള ക്ഷമല്ല. വേറെ ഒന്നുമില്ല, നമ്മൾക്ക് തിരക്കൊന്നുമല്ല, ശൈത്താൻ തോന്നിപ്പിക്കുന്ന തിരക്കാ. ഇതങ്ങട്ട് അടച്ചു വെക്കോളം ശൈത്താൻ പറയും തിരക്കാണ്. അതാണ് അടച്ചു വെച്ച് പുറത്തേക്കാണ്ട് ഇറങ്ങിയാലേ വീട്ടിൽ നിന്ന് ഖുർആനാണ് മടക്കി വെച്ച് നിങ്ങൾ പുറത്തേക്കാണ് മാറി നോക്കി ശൈത്താൻ. 5 മിനിറ്റ് 10 മിനിറ്റ് അടങ്ങിയിരിക്കാൻ സഹനം തരാത്ത ശൈത്താൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഇപ്പൊ തിരക്കൊന്നുമില്ല, ഇനി നിങ്ങൾക്ക് എന്തു ആവാം. 1/2 മണിക്കൂർ പിന്നെ നിങ്ങൾ വെറുതെ നോക്കും. ശൈത്താന് സന്തോഷമായി. എന്താ? അതവിടെ മടക്കി വെച്ചില്ലേ. വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മണിക്കൂറുകൾ ഇരിക്കുമ്പോ നല്ല സഹനമാണ്. സമയം പോകുന്നത് അറിയുന്നില്ല, ടൈം പാസ് അറിയുന്നില്ല. എന്തൊരു സഹനമാണ് നമുക്ക്. ഭാര്യ ഭക്ഷണത്തിന് വിളിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. പലരും വന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ വല്ലാത്ത ഒരു മാനസികമായി അതിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് കേട്ടോ. വേണ്ടാത്ത സമയത്തൊരു ഖുശൂഅ്, വേണ്ടാത്ത സമയത്തൊരു ഏകാഗ്രത, ചിന്ത വേറെ എങ്ങോട്ടും പോകുന്നില്ല. എന്ത് നടന്നാലും നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മുടെ കണ്ണും കാതും ഖൽബും അതിലേക്ക് മുഴുകി എഴുകി ചേർന്നു. നിസ്കരിക്കുമ്പോഴോ ഒരു കൊതു പാറിയാൽ മതി, അപ്പോഴേക്കും നമ്മൾ അറിഞ്ഞു.
ആരെങ്കിലും അധികം പോയാൽ മതി, നമ്മളവിടെ നോക്കി, ഇടയ്ക്ക് നമ്മൾ വാച്ചിലേക്ക് നോക്കി, മുമ്പിൽ കലണ്ടറിന്റെ കൈമേൽക്ക് നോക്കി, ഡേറ്റ് നോക്കി, എന്തൊക്കെയാ ചിന്തിക്കുന്നത്. വാട്സപ്പും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോഴോ നല്ല സഹനമാണെന്താ, അവിടെ തിന്മ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കരണ്ടാണ് അവിടെ ശൈത്താൻ നമുക്ക് മനസ്സിൽ തോന്നിപ്പിക്കുക. 5 മിനിറ്റ് ഖുർആൻ ഓതുമ്പോഴേക്ക് ബേജാറായി, കോട്ടുവായിട്ട്. ഈ വാട്സപ്പ് നോക്കുമ്പോ കോട്ടുവായിടുന്നില്ലല്ലോ, നല്ല താല്പര്യമുള്ളതാ നോക്കുന്നു. അപ്പൊ നമുക്ക് സഹനമില്ല. നല്ല കാര്യം ചെയ്യാൻ സഹനം വേണം. അല്ലാത്തവനത് കഴിയൂല, അല്ലാത്തവന് കഴിയൂല. ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് അതേ സ്ഥലത്തിരുന്നിട്ട് അള്ളാഹുവിനോട് ഉളുവോടുകൂടെ ഒരാൾ നിസ്കരിച്ച അതേ സ്ഥലത്തിരുന്ന് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ മുമ്പ് നേരത്തെ എത്തി പള്ളിയിൽ അല്പനേരം കാത്തിരിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ക്ഷമണ്ടോ? ആ സമയത്ത് നമുക്ക് എന്താ ഇപ്പൊ എങ്ങനെ ഇപ്പൊ നേരം പോകുക എന്ന് ആലോചിക്കുക. എന്നാൽ ആ സമയത്ത് അങ്ങനെ പ്രതീക്ഷിച്ചു ഒരല്പനേരം സഹനത്തോടെ ഇരിക്കാൻ മോമിനീങ്ങൾക്ക് കഴിയുന്നു. എന്താ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈമാൻ അവന്റെ ഹൃദയത്തിലുണ്ട്. നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ശുദ്ധിയോടെ ഉളുവോടുകൂടെ നിസ്കരിച്ച സ്ഥലത്തൊരാളിരുന്നാൽ ഉളു മുറിയാത്തടത്തോളം സമയം അള്ളാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. അല്ലാഹുവേ, ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ, ഈ അടിമയോട് നീ റഹ്മത്ത് ചെയ്യണേ, ഈ അടിമയോട് തൗബ ചെയ്യുമ്പോ നീ തൗബ സ്വീകരിക്കണേ. നിസ്കരിച്ച സ്ഥലത്ത് ഉളു മുറിയാതെ ഇരുന്നിടത്തോളം കാലം, എത്ര മണിക്കൂർ നിൽക്കാൻ കഴിയും അത്രയും സമയം അവിടുന്നാണ് എണീറ്റ് ഉളു മുറിയാത്തിടത്തോളം കാലം മലക്കുകൾ ഇരിക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യാണ്. ഇത് ഓർക്കുമ്പോ സഹനത്തോടെ ഇരിക്കാൻ മോമിനീങ്ങൾക്ക് കഴിയും. അല്ലാത്തവനൊരു സെക്കൻഡ് ഇരിക്കൂല. നല്ല കാര്യം ചെയ്യാൻ ക്ഷമ വേണമെന്നാ പറയുന്നത്. ഇപ്പൊ നിസ്കാരത്തിന് മാത്രമല്ല, നിസ്കാരം, രാത്രി നിസ്കാരം ഒരു 3 റക്അത്തെങ്കിലും ചുരുങ്ങി നിർവഹിക്കാൻ ക്ഷമ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ക്ഷമ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. തഹജ്ജുദ് ഒരല്പമെങ്കിലും നിർവഹിച്ച് ശീലിക്കാൻ, രാത്രി എഴുന്നേൽക്കാൻ ക്ഷമ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ആ ഉറക്കത്തിന്റെ രസത്തിനുണ്ട് എഴുന്നേൽക്കണ്ടേ? ഫജ്റാകുന്നതിന്റെ മുമ്പ് ശൈത്താൻ പറയും, അല്ലൈലു തവീൽ ഫർഖുദ്, രാത്രി കുറെ നീളമുണ്ട്, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ആയിട്ടില്ല, അങ്ങനെ കിടത്തും. എന്നാൽ ക്ഷമയും സഹനവും ഉള്ളവരെ എഴുന്നേൽക്കും. അവർക്കേ രാത്രി നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഏത് നന്മ ആലോചിച്ച് നോക്കും. നിസ്കാരം ഫർളാവട്ടെ, സുന്നത്തുകളാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, ഏത് നല്ല കാര്യങ്ങളാവട്ടെ, ക്ഷമ വേണം. സക്കാത്ത് കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർ സക്കാത്ത് കൊടുക്കാൻ കഴിയൂല, ധർമ്മം കൊടുക്കാൻ കഴിയൂല. തന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ് സക്കാത്ത് എന്ന് അറിഞ്ഞവനെ സക്കാത്ത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അവനെ കൃത്യമായി കണക്ക് നോക്കുകയുള്ളൂ. അവന് നല്ല ക്ഷമയുണ്ട്, സഹനത്തോടെ അവൻ കണക്ക് നോക്കും. അല്ലാത്തവനൊരു കമ്മട്ടം പറയും. കൊടുക്കുന്നവനാണെങ്കിൽ ഞാൻ ലൈലത്തുൽ ഖദറിന് കുറച്ചൊക്കെ കൊടുക്കലുണ്ട്, വാരിക്കോരി കൊടുക്കലുണ്ട്, കണക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ അതിലൊക്കെ അപ്പുറം കൊടുത്തിട്ടുണ്ടാവും പറയും. അത് ശൈത്താൻ തോന്നിപ്പിച്ചതാ. അത് ശൈത്താൻ അവനോട് പറയും, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനാണ് കൊടുക്കലാണ്. അവർ കൊല്ലത്തിലാണ് കൊടുക്കും. കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ഇന്റെ സക്കാത്തിന്റെ ഒക്കെ കണക്കിന്റെ ഓവർ ആയിട്ടുണ്ടാവും. എവിടെ എന്താ? അതുകൊണ്ട് സക്കാത്ത് വിടുവോ? സക്കാത്ത് വീടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്നവർക്കും ഇങ്ങനെ അതും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കണക്ക് വെച്ചിട്ട് കാര്യമില്ല. സക്കാത്തായിട്ട് വീടണമെന്നുണ്ടെങ്കിൽ ആ നിയ്യത്തോടെ കൊടുക്കണം. അതിന്റെ കണക്ക് നോക്കണം. ശമ്പളത്തിന്റെ കണക്ക് നോക്കണം, മറ്റു വരുമാനങ്ങളുടെ കണക്ക് നോക്കണം, കൃത്യ കണക്ക് നോക്കണം. ബിസിനസ്സുകാരൻ അവന്റെ കടയിലുള്ള മുഴുവൻ സാധനങ്ങളുടെയും സ്റ്റോക്ക് എടുപ്പ് നടത്തണം. ഓരോന്നിന്റെയും കൃത്യമായ കണക്ക് നോക്കണം. ഒരു ടാക്സ് ഓഫീസറുടെ മുമ്പിലും ബോധിപ്പിക്കാനല്ല, റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ കണക്ക് പറയാൻ. അള്ളാന്റെ അടുക്കൽ നമ്മുടെ ഇൻകമിൽ നിന്ന് ഒരു ഫീൽസ് പോലും മറഞ്ഞു പോകൂല. മറ്റുള്ളവരോടൊക്കെ നമുക്ക് പറയാം, ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ്, ഇന്റെ അടുത്ത് ഇപ്പൊ ഒന്നുമില്ല, തരാനില്ലാഞ്ഞിട്ടാണ്, അങ്ങനെ അത്ര പ്രയാസമുണ്ട്, ഇത്ര കടങ്ങളുണ്ട്, അതൊക്കെ പലരോടും പറയാം. ദുന്യാവില് പലരോടും അതൊക്കെ പറയാം. അള്ളാന്റെ കോടതിയിൽ അതൊന്നും നടക്കൂല. അള്ളാഹ്ക്കറിയാലോ. ആ ഒരു ബോധവും സഹനമൊക്കെ ഉള്ളവനക്ക് ശരിക്കും സക്കാത്ത് കൊടുക്കാൻ കഴിയും. സാമ്പത്തിക രംഗത്തും ശുദ്ധീകരണം പാലിക്കണമെങ്കിൽ സഹിക്കാൻ തയ്യാറുള്ളവർക്കേ പറ്റൂ. നോമ്പ് നോൽക്കണമെങ്കിൽ സഹിക്കാൻ തയ്യാറുള്ളവർക്കേ പറ്റൂ. നോമ്പിന്റെ മാസത്തെ പറ്റി പരിചയപ്പെടുത്തപ്പെട്ടത് തന്നെ ഷഹ്റു സബ്ർ എന്നാണ്. സഹനത്തിന്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്. ഹജ്ജ് ചെയ്യണമെങ്കിലോ ക്ഷമ വേണം. ക്ഷമയില്ലാത്തൊരു ഹജ്ജിന് പോകാൻ കഴിയുമോ? അതിന് നല്ല പണം ചെലവഴിക്കണം, നല്ല ക്ഷമ വേണം. ലക്ഷങ്ങൾ പോവല്ലേ. പിന്നെ ഇപ്പൊ 5 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഹജ്ജിന് പോകാനാ. 2 ആൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം വേണം. അങ്ങനെയൊന്നും ഇപ്പൊ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ അതിനൊന്നും ആയിട്ടില്ല. പൈസ ഇറക്കാൻ സഹിക്കണം. അതൊരു സഹിക്കലാണ്. വലിയ സഹിക്കല തന്നെയാണ്. നമുക്കൊക്കെ അറിയാലോ. നിസ്കരിക്കാൻ വലിയ സഹനൊന്നും വേണ്ടിയില്ല. സക്കാത്ത് കൊടുക്കേണ്ട കാര്യം വരുമ്പോ നല്ലോണം നമ്മൾ സഹിക്കുന്നുണ്ട്.
എന്താ കാരണം? അതന്നെ സഹനം എന്ന് പറയുന്നത്. മനസ്സിനെ കൺട്രോൾ ചെയ്യുക, വേണ്ടത് വേണ്ടപ്പോ ചെയ്യാനുള്ള മനസ്സിന്റെ തയ്യാറെടുപ്പാ സഹനം, അതാ ക്ഷമ. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സഹനം വേണം. മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, നല്ല ക്ഷമ വേണം. എങ്കിലേ മാതാപിതാക്കളോട് പുണ്യം ചെയ്യാൻ കഴിയൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവര് നിന്റെ അടുക്കൽ പ്രായാധിക്യത്തിൽ എത്തിയ നിന്റെ മാതാപിതാക്കൾ, നീ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്, അവരെ വരട്ടരുത്, നല്ല വാക്കേ നീ അവരോട് പറയാവൂ. നീ അവർക്ക് എപ്പോഴും വിനയത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം. നീ അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ക്ഷമ വേണം, സഹനം വേണം. എന്താണെന്നറിയോ? പ്രായമായ ഉമ്മയും ഉപ്പിയും പറഞ്ഞതിന് നേരെ എതിരെ പറയുള്ളൂ. പറഞ്ഞതിന് നേരെ എതിരെ പറയാ. നമ്മൾ പറയാത്തതൊക്കെ പറയും, നമ്മളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തതൊക്കെ അവർ പറയും. ദേഷ്യം പിടിക്കും. കാരണം അവരുടെ പ്രായമാണത്. നമുക്കൊക്കെ അങ്ങനെ വരാനുള്ളതാ. പ്രായമായി കഴിഞ്ഞാൽ മനുഷ്യന് ദേഷ്യം കൂടും. ശാരീരികമായിട്ട് പ്രയാസങ്ങൾ കൂടുമ്പോ തന്നെ മനുഷ്യന്റെ ശരീരം തളരുമ്പോ തന്നെ മനുഷ്യന്റെ ദേഷ്യം കൂടും. അതൊക്കെ എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്, ആരും ഒഴിവാകൊന്നുമില്ല. ഇപ്പൊ വാപ്പിയമ്മയൊക്കെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ പറയുമ്പോ ഈ തന്തക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, തള്ളക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. അങ്ങനെ ഒരു തന്തയും തള്ളയൊക്കെ അവനും ആവും, അവനും ആ സ്റ്റേജിലേക്ക് പോകും. അത്തരം ഘട്ടങ്ങളിൽ അവരോട് വളരെ തന്മയത്വത്തോടെ ആദരവോടെ സംസാരിക്കണം എന്നാണ്. അവരുടെ ഭാഷയില്, സംസാരത്തിന്റെ ശൈലിയില് ഒക്കെ വ്യത്യാസങ്ങൾ കാണും. അകാരണമായി അവർ ദേഷ്യം പിടിക്കും. വെറുതെ അവര് ചിലപ്പോ നമ്മളെ ചീത്ത പറയും, വെറുതെ ദേഷ്യം പിടിക്കും, കാരണമില്ലാതെ കുത്തിരുന്ന് കരയും. പല പ്രയാസങ്ങളും ഉണ്ടാകും. എന്താ കാരണം? അതൊക്കെ വയോവൃദ്ധരാണ്, പ്രായമുണ്ട് അവർക്ക്. എന്റെ ഉമ്മ പ്രായമുണ്ട്, എന്റെ ഉപ്പ പ്രായമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. അവരുടെ പ്രായത്തെ മാനിച്ചിട്ട് നമ്മൾ സഹിക്കണം. അവരെ പ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ സഹിക്കണം. എന്തേ കാരണം? നമ്മുടെ പ്രായത്തെ മാനിച്ച് അവരൊക്കെ പലതും സഹിച്ചോരാ. ഇതിന്റെ മറുവശം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ ഉമ്മാടി ഇപ്പാടി പ്രായം മാനിച്ചിട്ട് നമ്മൾ ധാരാളം സഹിക്കണം എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രായം മാനിച്ചിട്ട് അവരൊക്കെ ഒരു കാലത്ത് ഏറെ സഹിച്ചവരാ. അന്ന് പ്രായം കൂടിയിട്ടല്ല സഹിച്ചത്. നമ്മളൊക്കെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ ചെറിയ കുട്ടിയല്ലേ എന്നതോർത്തിട്ട് ഉമ്മ കുറെ സഹിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പ കുറെ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാന്റെ മടിയിൽ തന്നെ ഒന്നും രണ്ടും നമ്മൾ നിർവഹിച്ചു. കാഷ്ടവും മൂത്രമൊക്കെ അവിടെ ആയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ, ശരീരത്തിലാകെ നമ്മൾ മലവിസർജനം നടത്തി, മൂത്രമൊഴിച്ചു. ഉമ്മ തല്ലിയോ? ബാപ്പ ചീത്ത പറഞ്ഞോ? ഇല്ല, കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ. സഹിച്ചു അവര്, ക്ഷമിച്ചു അവര്. രാത്രി ഒരുപാട് പാതിരക്ക് കരഞ്ഞു, നമ്മൾ എഴുന്നേറ്റിട്ട് കരഞ്ഞു. ബാപ്പയും ഉമ്മന്റെ ഉറക്ക് നഷ്ടപ്പെട്ടു. ദേഷ്യം പിടിച്ചോ? ഇല്ല, സുഖല്ല, കുട്ടിയല്ലേ, ഇടക്ക് കരയും, ഇടക്ക് ഉറങ്ങും, എന്താ ചെയ്യാ, അവന്റെ പ്രായം അതല്ലേ. നമ്മുടെ പ്രായത്തിന്റെ ആനുകൂല്യം വെച്ചിട്ട് അവര് കുറെ സഹിച്ചു. നമുക്ക് ചോറ് തരുമ്പോ ഉമ്മനെ നെഞ്ചത്തെ നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടിയായിട്ട് മലന്ന് കിടക്കുമ്പോ ഉമ്മ ഉമ്മക്കാൻ വന്നാണ്, കാലുകൊണ്ടൊരു തൊഴി കൊടുത്തിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അവര് സഹിച്ചു. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കൊച്ചു കൈ കൊണ്ടാണെങ്കിലും വേദനിക്കാഞ്ഞിട്ടൊന്നുമല്ല, വേദനിച്ച് എന്തെങ്കിലും എടുത്ത് കുത്തി, ആണി കൊണ്ട് എടുത്ത് കുത്തിയാലും അവര് തിരിച്ചൊന്നും പറയൂല. എന്താ കാരണം? കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ, മോനല്ലേ, മോളല്ലേ. നമ്മുടെ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ അവരൊക്കെ ഒരു കാലത്ത് ഒരുപാട് സഹിച്ചവരാ. മനസ്സിലാക്കണം. നമ്മളെ ചെറുപ്പ പ്രായത്തിന്റെ ആ ഘട്ടം മാനിച്ചുകൊണ്ട് നമ്മൾ പലതും ചോദിച്ചപ്പോ അവര് ദേഷ്യം പിടിച്ചിട്ടില്ല. ചോദിച്ചാൽ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാരായില്ലേ. കൊച്ചു കുട്ടികളായിരുന്ന കാലത്ത് ബാപ്പന്റെ കയ്യും പിടിച്ച് പോകുമ്പോ ബാപ്പനോട് കാണിനെ പറ്റിയൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ബാപ്പ അതെന്താ? പറഞ്ഞു, അതൊരു പോത്തല്ലടാ, അവിടെ ഒരു പശു ഇങ്ങനെ ഒന്ന് പുല്ലുന്ന. കുറച്ചിങ്ങനെ കഴിഞ്ഞിട്ട് പോരുമ്പോ എന്താപ്പാ അത്? അതെന്നെ ചോദിക്കണത്, പിന്നെ അതന്നെ ചോദിക്കണേ. പറഞ്ഞു, അതൊരു പശു പുല്ലുന്ന, അങ്ങനെ തിന്നാണേ. ചായ കുടിക്കലില്ലേ, നീ ചോറുന്നലില്ലേ, പശുവിന് വിശന്നിട്ട് തിന്നാണ്. കുറച്ച് കഴിഞ്ഞ് രണ്ടടി നടന്നപ്പോ പിന്നെയും ചോദിക്കരുത്. എന്താപ്പാ ചോദിച്ചെന്നെ ചോദിച്ചു. നമ്മൾ ദേഷ്യം പിടിച്ചോ? നമ്മളെ കുട്ടികളോട് ദേഷ്യം പിടിച്ചോ? ഇല്ല. എന്താ? കുട്ടിയല്ലേ. നമ്മളെ പ്രായത്തെ മാനിച്ചിട്ട് നമ്മുടെ ചോദ്യങ്ങൾ എത്ര ആവർത്തിച്ച് ചോദിച്ചാലും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അതൊരു കൗതുകമായിരുന്നു. ചോദിക്കുമ്പോ ആ കഞ്ചല ചോദ്യം കേൾക്കുമ്പോ പിന്നെയും സന്തോഷത്തോടുകൂടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മറുപടി തരും. കൊഞ്ചി നമ്മളും അങ്ങോട്ട് കളിക്കും. ഇങ്ങനെയൊക്കെ ഒരു കാലം നമ്മുടെ പ്രായത്തെ മാനിച്ചിട്ട് ആ ഉമ്മയിപ്പിയും സഹിച്ചിട്ടുണ്ട്. ആ ഉമ്മയിപ്പിയും പ്രായമാകുമ്പോ നീയും കുറച്ച് സഹിക്കാനുണ്ട്, നമ്മളും കുറച്ച് സഹിക്കാനുണ്ട്. അവര് പ്രായാധിക്യമുള്ളവരാണ്, അവര് ആവശ്യമില്ലാതെ കരയും.
ആവശ്യമില്ലാതെ ഒച്ചട്ട് സംസാരിക്കും, പറയുന്നതിനൊന്നും മനസ്സിലാവില്ല, പറയുന്നതിന് നേരെ എതിരിങ്ങോട്ട് പറയും, ദേഷ്യം പിടിക്കും, കിടന്നോടത്ത് കിടന്ന് മൂത്രയിക്കും, മലവിസർജനം നടത്തും, അകാരണമായി നമ്മൾ ചീത്ത പറയും, ചിലപ്പോ അടിച്ചു എന്ന് വരും, പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ മറുപടി പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ അതാ പറഞ്ഞെടുത്തു, എന്താ സംഭവം എന്ന് പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾ പിന്നെയും പറയും. മൂന്നാമത് വാപ്പയും ചോദിച്ചാ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, മാറിപ്പോയിക്കാണി അവിടെ. നമ്മളെ കുട്ടികളോട് നമ്മളത് പറഞ്ഞോ ചെറുപ്പത്തില്? ഇല്ല. പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മയും ഉപ്പയും ജരാനരകൾ ബാധിച്ചു പ്രായത്തിന്റെ അങ്ങേയറ്റത്തിൽ എത്തുമ്പോ അവർക്കുണ്ടാകും ഒരുപാട് ചാപല്യങ്ങള്. കൊച്ചുകുട്ടികളെ പോലെ കിടന്നോടത്ത് കിടക്കും അവര്, കൊച്ചുകുട്ടികളെ പോലെ അവരുടെ അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നുണ്ട്. അന്ന് നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മൾ അറപ്പില്ലാതെ അവര് ചെയ്തതാ. അപ്പൊ മാതാപിതാക്കളെ പ്രായമാകുന്ന ഘട്ടത്തിൽ അതൊക്കെ നിർവഹിക്കണമെങ്കിൽ നല്ല സഹനം വേണം. ആ നന്മ ചെയ്യാൻ നല്ല സഹനം വേണമെന്നാ പറയുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് നല്ല വാക്കല്ലാതെ നീ പറയരുത്. അവര് പലതും പറഞ്ഞു വരും, സഹിച്ചോളണം. കുല്ലഹുമാ ഖൗലൻ കരീമാ, വഴിവിട്ടൊരു വാക്ക് പറയരുത്. ഉഫ്ഫെന്ന് പോലും പറയരുതെന്ന് പറഞ്ഞാൽ, ചേ എന്ന് പോലും പറയരുതെന്ന് പറഞ്ഞാൽ എത്രത്തോളം അവിടെ സഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ആ കാര്യത്തിൽ നല്ല സഹനം വേണം. ഭാര്യ ഭർത്താക്കളുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെട്ടു പോകണമെങ്കിൽ ഇസ്ലാം പറയുന്നു രണ്ടു കൂട്ടരും സഹിച്ചേ പറ്റൂ. സഹനം വേണം. സഹനമില്ലെങ്കിൽ, ക്ഷമയില്ലെങ്കിൽ ആ ജീവിതം പൊട്ടിത്തകരും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരോടും സ്ത്രീകളോടൊക്കെ പറഞ്ഞു, ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം. ചില കാര്യങ്ങൾ കാണുമ്പോ വിഷമം തോന്നുമ്പോ ചില കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കണം. അവരിൽ ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുമ്പോ അവരിലെ നല്ല ഗുണങ്ങൾ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കണം. വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പാക്കണം, സഹിക്കണം, ക്ഷമിക്കണം. സഹനവും ക്ഷമയും വിട്ടുവീഴ്ചയും മാപ്പും പുറത്തു കൊടുക്കലും അതുപോലെ തന്നെ പൊറുക്കലിനെ ചോദിക്കലും, അങ്ങനെ കൊണ്ടും കൊടുത്തും സഹനത്തോടെ ക്ഷമയോടെയാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതില്ലാത്തടത്ത് ദാമ്പത്യം തകരും. അതില്ലാത്തടത്ത് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തൊരു ഭർത്താവും സഹിക്കാനും ക്ഷമിക്കാനും തീരെ താല്പര്യമില്ലാത്തൊരു ഭാര്യയുമാണെങ്കിൽ മുന്നോട്ട് പോകില്ല. സഹനം അവിടെയും അനിവാര്യമാണ്. ഇങ്ങനെ ഏതൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സഹനം വേണം. അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. ഇതേപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗമാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് നല്ല സഹനവും ക്ഷമയും വേണം. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ ക്ഷമ വേണം. അതേ, അള്ളാഹു നിഷിദ്ധമാക്കിയ ഏതെല്ലാം സംഗതികളുണ്ടോ ലോകത്ത്, അതിനോടൊക്കെ മനുഷ്യന് വല്ലാത്ത ആർത്തിയാണ്. മനുഷ്യന് അതിനോടൊക്കെ വലിയ മോഹമാണ്. നിഷിദ്ധമാക്കിയ സംഗതികളോടൊക്കെ മനുഷ്യന് വലിയ മോഹമുണ്ടാകും. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ഒരാൾ സഹിക്കുകയാണെങ്കിലോ ക്ഷമിക്കുകയാണെങ്കിലോ അവന് വലിയ പ്രതിഫലമാണ്. എല്ലാ അവസരങ്ങളും ഒത്തു കിട്ടിയിട്ടും അള്ളാഹുവിന് ഇഷ്ടമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു തിന്മയിൽ നിന്ന് ഒരാൾ സഹിച്ചുകൊണ്ട് വിട്ടുനിന്നാൽ അവനാണ് അള്ളാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ചെറുപ്പത്തിൽ, അവന്റെ പ്രായത്തിന്റെ തിളപ്പിൽ, അവന്റെ യൗവനത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ലൈംഗികമായി മനുഷ്യനിൽ വരുന്ന അവിഹിതമായ ബന്ധങ്ങളിലേക്കുള്ള താല്പര്യം. കണ്ണ് താഴ്ത്തണമെങ്കിൽ ക്ഷമിക്കുന്നവർക്കേ കണ്ണ് താഴ്ത്താൻ കഴിയൂ. ഇസ്ലാം പറഞ്ഞു, പുരുഷനോടും സ്ത്രീയോടും അരുതാത്തതിലേക്ക് കണ്ണിനെ അയക്കരുത്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയൂ നബിയേ, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയൂ നബിയേ, യഗ്ദുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗികാവയവങ്ങളെയും അവർ കാത്തു സൂക്ഷിക്കട്ടെ. നല്ല ക്ഷമ വേണം. ക്ഷമിക്കാത്തവർക്ക് കണ്ണിന് താഴൂല, പിന്നെയും നോക്കും. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണിനെ പിൻവലിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സിന്റെ ആഗ്രഹത്തിന് കടിഞ്ഞാനിടാൻ സാധിച്ചാൽ അവനാണ് സ്വർഗമുള്ളത്.
നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭ്യമാകുന്ന മഹാന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റജുലുൻ, ഒരാൾക്ക് അള്ളാഹ് പ്രത്യേകം തണൽ കൊടുക്കും. ദഅതുഹു, ആ മനുഷ്യനെ വിളിച്ചു, ക്ഷണിച്ചു. ഇംറഅത്തുൻ, ഒരു പെണ്ണ് വിളിച്ചു. ദാത്ത മൻസിബിൻ വ ജമാൽ, നല്ല അഴകും സൗന്ദര്യവും കുലീനതയും അതുപോലെ തന്നെ തറവാടിത്തവും കുടുംബ പാരമ്പര്യവും ഒക്കെയുള്ള ഒരു സുന്ദരിയായ പെണ്ണ് ഒരാളെ തെറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയോടടുക്കാതെ, തിന്മയിൽ പെട്ടുപോകാതെ സഹനം പാലിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവന് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ തണൽ അവന് ലഭ്യമാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ, ഏത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നല്ല സബർ വേണം. മനുഷ്യന്റെ കണ്ണിനും കാതിനും ഒക്കെ ആനന്ദം പകരുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് കാണാൻ പാടില്ല, എനിക്കത് നോക്കാൻ പാടില്ല, ഞാൻ അതിലേക്ക് പോവുകയില്ല. എനിക്ക് ഫ്രീ ടിക്കറ്റ് ഓഫർ ചെയ്താലും അത്തരം സദസ്സുകളിലേക്ക് ഞാൻ പോവില്ല. എനിക്കത് കാണണ്ട, എനിക്കത് കേൾക്കണ്ട, ഞാൻ അതിൽ പങ്കെടുക്കുകയില്ല. മനസ്സിന് വല്ലാത്ത മോഹമുണ്ട്, പക്ഷേ അല്ലാഹ് വിരോധിച്ച കാര്യമാണല്ലോ എന്നോർത്തുകൊണ്ട് അതിലേക്ക് പോകാതെ, അത് കാണാതെ, കേൾക്കാതെ, ആസ്വദിക്കാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഒരാൾക്ക് സബർ കിട്ടുന്നുണ്ടെങ്കിൽ അവന് സ്വർഗമുണ്ട്. അതാണ് തിന്മയിൽ നിന്ന് പടച്ചോനെ പേടിച്ച് വിട്ടു നിൽക്കണമെങ്കിൽ ക്ഷമ വേണം എന്ന് പറയും. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട്, വനഹൻ നഫ്സ അനിൽ ഹവാ, തന്റെ മനസ്സിന്റെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ഒക്കെ അല്ലാഹനെ പേടിച്ചിട്ട് അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് തന്റെ മനസ്സിനെയും ശരീരത്തെയും തിന്മകളോടടുക്കാതെ അതിൽ നിന്നൊക്കെ പിടിച്ചു നിർത്താൻ ഒരാൾക്ക് സാധിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, നിശ്ചയം സ്വർഗമാണവനുള്ള സങ്കേതം, സ്വർഗമാണവന് ചെന്ന് ചേരാനുള്ള വീടെന്ന് അല്ലാഹു വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. തിന്മകളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവനാണ് ഏറെ സഹനം വേണ്ടി വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആളുകൾക്കിടയിൽ ഇടകലർന്ന് ജീവിച്ച് ദുന്യാവിന്റെ പ്രയാസങ്ങൾക്കിടയിലൊക്കെ ജീവിക്കേണ്ടി വരുന്ന മുഅ്മിനാണ് ഒറ്റക്കൊരിടത്ത് പോയി ഒറ്റക്ക് ജീവിക്കുന്ന മുഅ്മിനിനേക്കാൾ ഖൈറായവൻ. ഒരു പ്രയാസവും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരാൾ ജീവിച്ച് തഖ്വയിൽ ജീവിക്കുന്നതും ഹറാമുകൾക്കിടയിൽ വളർന്നിട്ട് അതിലൊന്നും പെട്ടുപോകാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവനും തമ്മിൽ ആരാണ് ഉത്തമന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇടകലർന്ന് ജീവിച്ചിട്ടും തിന്മകളിൽ പെട്ടുപോകാതെ ക്ഷമയോടെ പിടിച്ചു നിന്നവനാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടെയാണ് നമ്മൾ പഠിക്കുന്ന മക്കളൊക്കെ ക്യാമ്പസുകളിൽ പോകുമ്പോ, ക്യാമ്പസുകൾ എന്ന് പറയുന്നത് മലീമസമായ ലോകമാണ്. അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ആരാവട്ടെ, പടച്ച റബ്ബിന് ഭയമില്ലാത്ത ക്യാമ്പസിന്റെ ആ പരിസ്ഥിതികളിൽ, ആ പരിതസ്ഥിതിയിൽ, ആ ചുറ്റുപാടിൽ വളരുന്ന ഒരു കുട്ടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റിലേക്ക് പോകാതെ ക്ഷമയോടെ സഹനത്തോടെ ഒരു ക്യാമ്പസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുന്നുവെങ്കിൽ അവൻ നല്ല ഈമാനുള്ള കുട്ടിയാണ്, നല്ല ഈമാനുള്ള കുട്ടിയാണ്. എന്താ കാരണം? നല്ല ക്ഷമ വേണം, നല്ല സഹനം വേണം. മദ്യപാനികളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതെ, വ്യഭിചാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതെ, അനാവശ്യമായ കാര്യങ്ങളിലൊന്നും പെട്ടുപോകാതെ പിടിച്ചു നിൽക്കുവാൻ ഒരു മനുഷ്യന് കഴിയുന്നുവെങ്കിൽ അത് വല്ലാത്ത സഹനവും ക്ഷമയുമുള്ളവനെ കഴിയുകയുള്ളൂ. സാഹചര്യങ്ങൾ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട പറയാനാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ ഒരു തിന്മ ചെയ്യാനുള്ള സാഹചര്യം, നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ, വീട്ടിലുള്ള സംവിധാനങ്ങൾ, അവിടെയുള്ള എല്ലാവരും ഹറാമ് ചെയ്യാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അതാണ്ട് ഒഴിവാക്കണം. ഒഴിവാക്കി അവിടെ ക്ഷമ എന്ന് പറയുന്നത് അതാ സഹനം. ഒഴിവാക്കുക, അതന്നെ സഹിക്കലേ.
അതാണ് ഈ സഹനം എന്ന് പറയുന്നത്. അതെങ്ങനെ ഒഴിവാക്കുക? അപ്പൊ സഹനല്ല, അപ്പൊ ക്ഷമല്ല. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുകയാണ്, വേറെ ആർക്കും വേണ്ടിയല്ലോ. കറണ്ട് ബില്ല് അധികമാവെന്ന് വിചാരിച്ചിട്ടല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുകയാണ്. ഇതെന്റെ വീട്ടിൽ വേണ്ട, ഇത് ഞാനും എന്റെ മക്കളും ഭാര്യയും ആരും കാണാൻ പാടില്ല. അത് നമ്മെ പഴപ്പിക്കേ ചെയ്യുള്ളൂ, നമ്മെ നശിപ്പിക്കേ ചെയ്യുള്ളൂ, നമ്മുടെ ഈമാനിനെ തകർക്കുകയേ ചെയ്യുകയുള്ളൂ, പരലോകത്ത് നരകത്തിലേക്ക് അത് എത്തിക്കുകയുള്ളൂ, നമ്മളെല്ലാം നശിച്ചു പോകും എന്ന് വിചാരിച്ച് ഒരു ഹറാമായ കാരണത്തെയാണ് കട്ട് ചെയ്യാൻ. ക്ഷമയോടുണ്ടോ? സഹനമുണ്ടോ? കൂലിയുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടിയാണത്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുക, സാമ്പത്തികമായിട്ട് നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ ഒന്നും അല്ലാഹ് പൊരുത്തപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് അത്തരത്തിലുള്ള വഴിയിലൂടെയുള്ള ഒരു നയാ പൈസ വേണ്ട, എനിക്ക് ആ മാർഗത്തിൽ ഒരു ദിർഹം പോലും വേണ്ട, എന്റെ കുട്ടികൾക്ക് അത് ഭക്ഷിക്കാൻ കൊടുത്തുകൂടാ, എന്റെ കുടുംബത്തിന് അതുകൊണ്ടുള്ള വരുമാനം വേണ്ട എന്ന നിലക്ക് ഒരാൾ ഹറാമായ രൂപത്തിലൂടെ ധാരാളം സമ്പാദ്യം വരാനുള്ള ചാൻസുകൾ അറിഞ്ഞിട്ടും അതിലേക്ക് അടുക്കാതെ ഹലാലിലൂടെ മാത്രം സമ്പാദിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഈമാനുള്ള, സഹനമുള്ള, ക്ഷമയുള്ള മുഅ്മിനാണ്. അതാ ക്ഷമ. അതാ നമ്മളെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ക്ഷമ കൊണ്ടുവരിക, സഹനം കൊണ്ടുവരിക. ഹറാമെന്ന് ഒഴിവാക്കുക, ഹറാമെന്ന് വിട്ടു നിൽക്കാൻ നല്ല സഹനമാണ്. എല്ലാരും അങ്ങനെ ചെയ്യുമ്പോ പിന്നെ ഞാനായിട്ട് അങ്ങനെ വിട്ടു നിൽക്കുക, അതെന്നെ സഹനം എന്ന് പറയുന്നത്. അപ്പൊ തന്നെയാണ് ഇതിൽ ത്യാഗവും വരുന്നത്. എല്ലാവരും ചെയ്യണത് നമ്മളും ചെയ്യുമ്പോൾ വലിയൊരു പ്രയാസമുണ്ട്. റമദാൻ മാസമാകുമ്പോ എല്ലാവരും അത്താഴത്തിന് നീക്കുന്നു, ഞാനും നീക്കുന്നു, വലിയൊരു പ്രയാസമൊന്നും തോന്നില്ല. അല്ലാത്ത കാലത്തൊന്നും എഴുന്നേറ്റ് ശീലിക്കും. റമദാൻ മാസമാകുമ്പോ എല്ലാവരും രാത്രി നിസ്കരിക്കുന്നുണ്ട്, അപ്പൊ ഞാനും പോകുന്നുണ്ട്. അല്ലാത്ത കാലത്ത് തഹജ്ജുദിന് എഴുന്നേറ്റ് നോക്ക്. ക്ഷമ വേണം, സഹനം വേണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് നന്മ ചെയ്യാനും വേണം ക്ഷമ, ഏത് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും വേണം ക്ഷമ. ഒരു സ്ത്രീയോട് അവളുടെ മനസ്സ് പറയണേ, നീ നല്ല ചെറുപ്പക്കാരിയല്ലേ, നീ ഇപ്പൊ തന്നെ ഇങ്ങനെ പർദ്ദക്കെട്ട് മോടിപ്പറിച്ചിങ്ങനെ നടന്നാലോ? എത്രയാ ബാപ്പ ആഭരണം സ്ത്രീധനായിട്ട് തന്നത്? ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ ആൾക്കാരെ മുമ്പിൽ? ഇത് വീട്ടിലിങ്ങനെ കാണിച്ച ഈ പുതിയാപ്പള മാത്രമല്ലേ കാണുള്ളൂ, അതൊട്ട് ഇടൂല, വീട്ടിൽ നിന്ന് എല്ലാവരും അയച്ചു വെക്കും ചെയ്യും. പിന്നെ ഇത് അണിയലെപ്പോഴാ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ. അപ്പൊ ഇതെന്താ ഉദ്ദേശം? നാലോകരൊന്ന് കാണണം. എന്നാ അള്ളാഹു തആല ഇത് കാണേണ്ട ഏത് ഭാഗമാണ് ഇത് പുറത്ത് കാണിക്കാൻ അനുവദിച്ചിട്ടുള്ളത്? കാതിൽക്കത് കാണിക്കാൻ പറ്റില്ല, മക്കനിടണം. പിന്നെ അത് കാണിക്കണം എങ്ങനെ? അപ്പൊ ഹറാമായില്ലേ? പിന്നെന്താ ഈ കാണിക്കാൻ? മാറത്തെ ചെയിന് കാണിക്കാൻ പറ്റുമോ? ഇതെവിടെ കാണിക്കാൻ പറ്റുക? കാലിലെ പാദസരം കാണിക്കാവോ? എവിടെ ഇത് കാണിക്കാൻ പറ്റുക? അപ്പൊ നല്ല ക്ഷമ വേണം. നൂറുകണക്കിന്, ധാരാളക്കണക്കിന് പൊന്നിന്റെ വാപ്പ എനിക്ക് തന്ന എന്നെ കെട്ടിച്ചയച്ചിട്ട് ഇതൊന്നും കാണിക്കാനൊരു അവസരമില്ലല്ലോ. ശരീരം കാണിക്കാൻ പാടില്ല, പുറത്തിറങ്ങുമ്പോ അങ്ങനെ പാലിക്കണം ഇങ്ങനെ പാലിക്കണം എന്ന് നിയമം. തൽക്കാലം ഇപ്പൊ അതൊക്കെ കുറെ കാലം കഴിഞ്ഞ ഒരു 10-60 വയസ്സ് വരെയൊക്കെ എന്തായാലും, വല്യമ്മ 75-ലാണ് മരിച്ചത്, ഞാനൊരു 60-എങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഒരു 55 കഴിയട്ടെ, എന്നിട്ട് ഒരു ഉംറ ഹജ്ജൊക്കെ ചെയ്തിട്ട് ഭർത്തയും ബുർക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കുക. അത് വരെ ഇപ്പൊ ചുരിദാർ ടൈറ്റും ശരീരം ബോഡി ഫിറ്റ് ഫർദയും വളയും മാലയും കമ്മലും മാലയും ഒക്കെ കാണിച്ച് അരവയറും മുഴുവയറും ഒക്കെ കാണിച്ചിട്ടൊന്ന് വിലച്ച് നടക്കുക. ശൈത്താൻ അങ്ങനെ ഓടി തരുമ്പോ നല്ല ക്ഷമയും സഹനവും ഈമാനുള്ള പെണ്ണിനെ ആ ആഗ്രഹത്തോടെ അങ്ങോട്ട് വിട പറഞ്ഞിട്ട്, അല്ലാഹുവേ നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ എന്റെ ഏത് പ്രായത്തിലും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ ഒരു പെണ്ണിന് കഴിയണമെങ്കിൽ ക്ഷമ വേണം. അതാ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ക്ഷമ. വലി റബ്ബിക ഫസ്ബിർ, നിന്റെ റബ്ബിന് വേണ്ടി സഹിക്ക്. റബ്ബേ എനിക്കിഷ്ടാണ്, പക്ഷെ നിനക്കിഷ്ടല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തെ ഞാൻ നിനക്ക് വേണ്ടി ബലി കഴിക്കും. നിനക്കിഷ്ടല്ലാത്ത ഞാൻ ചെയ്യൂല, നിനക്കിഷ്ടല്ലാത്ത ഞാൻ ചെയ്യൂല. അതാ ക്ഷമ, അതാണ് സഹനം. നമ്മൾ മനസ്സിലാക്കണം. ഭാര്യ എന്തോ ആവശ്യപ്പെടാണ്, ഭർത്താവ് പറയാണ്, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഇഷ്ടം നോക്കിയാൽ എന്റെ ഖബറിൽ എന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ നീ വരില്ല. എന്നെ നരകത്തിൽ പിടിച്ചിടുമ്പോ എന്റെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞിട്ട് റബ്ബേ ചെയ്തതാണ്, എന്നെ അങ്ങോട്ട് രക്ഷിച്ച് അവളട്ടോ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് ചെയ്യൂല. ഓണം നമ്മൾ നരകത്തിലേക്ക്. ഭർത്താവിന്റെ ഇഷ്ടം നോക്കിയിട്ട് ഭാര്യ പലതും ചെയ്തു. ആ ഭർത്താവാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത് എന്ന പേരിൽ എന്റെ വക്കാലത്ത് അയാൾ ഏറ്റെടുക്കട്ടെ എന്ന് ഖബറിൽ അയാളില്ല വക്കാലത്ത് ഏറ്റെടുക്കാൻ. നരകത്തിലും അയാളില്ല. നരകത്തിൽ അയാൾ ഉണ്ടാവും, പക്ഷെ നീ അവിടെ ഉണ്ടാവും. വക്കാലത്ത് ഏറ്റെടുക്കാൻ അവരില്ല. ആരുടെയും പ്രീതിക്ക് വേണ്ടി ഹറാമ് ചെയ്യണ്ട, അള്ളാഹ്ക്ക് വേണ്ടി നന്മ ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് സഹനം, അതാണ് ക്ഷമ. കുറേ സാഹിത്യങ്ങൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ജീവിതത്തിലെ ക്ഷമയായി പറയുന്നത്, നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സഹനങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ നന്മ ചെയ്യാൻ നമുക്ക് കഴിയണം. സ്ഥിരമായി ഖുർആൻ ഓതണം, ക്ഷമ വേണം. വീട്ടിൽ ഖുർആൻ ഓതണം, ക്ഷമ വേണം.
എല്ലാ മെമ്പർമാരും കൃത്യമായി നിസ്കരിക്കണം, ക്ഷമ വേണം. ജമാഅത്തിന് പള്ളിയിലെത്തണം, ക്ഷമ വേണം. സുന്നത്ത് നിസ്കാരം വേണം, ക്ഷമ വേണം. സുന്നത്ത് നോമ്പെടുക്കണം, ക്ഷമ വേണം. ഏത് കാര്യത്തിനാ നന്മക്കാ ക്ഷമ വേണ്ടാത്തത്? ഏത് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സഹനം ആവശ്യമില്ലാത്തത്? ഒക്കെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സഹനം വേണം. നല്ലത് ചെയ്യണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. തെറ്റിൽ നിന്ന് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം മനസ്സിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കുമ്പോഴാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞു പോയിരുന്നത്. നല്ല ക്ഷമ വേണം. അതാണ് രണ്ടാമത്തെ ക്ഷമ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ. മൂന്നാമത്തെ ക്ഷമയും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ മൂന്നാമത്തെ സഹനം? കാലവിപത്തുകൾ നമുക്ക് ബാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന സഹനവും ക്ഷമയുമാണ്. അതെന്താണ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും. എപ്പോഴും സുഖാവൂല, എപ്പോഴും ദുഃഖമാവൂല. മാറി മാറി വരും ജീവിതം. അങ്ങനെയാണ്, രാവും പകലും പോലെ മാറി മാറി വരും ജീവിതത്തിൽ. പരീക്ഷണങ്ങൾ ഉണ്ടാകും, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹു പറയുന്നു, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, പേടി തന്നുകൊണ്ട് പരീക്ഷിക്കും. വൽ ജൂഇ, വിശപ്പ് തന്നുകൊണ്ടും പരീക്ഷിക്കും, ദാരിദ്ര്യം. വനഖസിൻ മിനൽ അംവാൽ, സ്വത്തിൽ കമ്മി തന്നുകൊണ്ട് പരീക്ഷിക്കും. വൽ അൻഫുസി, ശാരീരികമായി കമ്മി വന്നുകൊണ്ട് പരീക്ഷിക്കും. വസ്സമറാത്ത്, ഫലങ്ങളിലും കായ്കനികളിലുമൊക്കെ കമ്മി വന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ശാരീരികമായി പരീക്ഷണങ്ങൾ വരും. രോഗം വരാം, ഉറ്റവരുടെ മരണം വരാം. ഉറ്റവരായ ആളുകൾക്ക് രോഗം വരാം, അവര് മരിച്ചു പോകാം. നമുക്ക് തന്നെയും മരണം വരാം, നമുക്ക് തന്നെയും രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ സാമ്പത്തികമായി കടക്കെണിയിൽ അകപ്പെട്ടേക്കാം, ദാരിദ്ര്യം വന്നു ചേർന്നേക്കാം. അതുപോലെയുള്ള വരുമാനങ്ങളിൽ കമ്മി വന്നേക്കാം. ഇങ്ങനെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോ ആ പരീക്ഷണങ്ങളിൽ പതറാൻ പാടില്ല. ക്ഷമകേട് കൊണ്ട് പലതും വിളിച്ചു പറയാൻ പാടില്ല. ക്ഷമയില്ലാതെ പലതും വിളിച്ചു പറഞ്ഞ് അള്ളാന്റെ കോപം വിളിച്ചു വരുത്താൻ പാടില്ല. ഏത് ആപത്ത് ബാധിച്ചാലും മുഅ്മിനീങ്ങളുടെ സ്വഭാവം അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് ഏത് മുസീബത്തുകളും ബാധിച്ചാലും ഖാലു, അവർ പറയുന്നതാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അവങ്കലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങി പോകേണ്ടവരുമാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കും. എന്താണ് ആ പറയുന്നതിലൂടെ? സഹനം കിട്ടുകയാണ് മനുഷ്യൻ. ഇന്നാ ലില്ലാഹി, ഞങ്ങളൊക്കെ അള്ളാന്റെതാണ്, ഞാൻ എന്റെതല്ലാണ്, എന്റെ മുതലും എന്റെതല്ല, എന്റെ മക്കളും എന്റെതല്ല, റബ്ബിന്റെതാണ്. എന്നിലും എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലും ഒക്കെ എന്ത് ചെയ്യാനും അധികാരവും പവറും ഉള്ളവനാണ് എന്റെ രക്ഷിതാവ്. അതുകൊണ്ട് അവൻ എന്തും ചെയ്യാ. ഞങ്ങളൊക്കെ അള്ളാന്റെതാ, എന്റെതല്ലല്ലോ, അള്ളാഹുടേതല്ലേ. അള്ളാഹ്ക്ക് അള്ളാഹുവിന്റെ സ്വത്തിൽ എന്തും ചെയ്തൂടെ? അള്ളയാണ് എല്ലാത്തിന്റെ ഉടമ. ആ അള്ളാഹ്ക്ക് എന്തും ചെയ്യാൻ അധികാരമുണ്ട്. എന്ത് ചെയ്താലും നമ്മൾ തൃപ്തിപ്പെട്ടോളാം. തൃപ്തികേടിന്റെ ഒരു വാക്ക് ഞങ്ങൾ പറയൂല. റബ്ബിന്റെ വിധിയിൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നു. അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യം ഞങ്ങൾ പറയൂല, എന്ത് സംഭവിച്ചാലും. കാരണം അള്ളയാണല്ലോ വിധിക്കുന്നത്, അവന് എന്തും വിധിക്കാൻ അധികാരമുണ്ടല്ലോ. ഇനി ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അവന്റെ അടുത്തേക്കാണല്ലോ തിരിച്ചു ചെല്ലേണ്ടത്. അവിടെ മുഴുവൻ കണക്കുകളും അവനോടാണല്ലോ പറയേണ്ടത്. അതുകൊണ്ട് അവൻ എന്ത് വിധിച്ചാലും എനിക്ക് സമ്മതമാണ്. അതാണ് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തത്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖദറിൽ വിശ്വസിക്കലാണ് ഈമാനിലെ ആറാമത്തെ കാര്യം. അള്ളാന്റെ തീരുമാനവും കണക്കിലൊക്കെ ഞാൻ തൃപ്തിപ്പെടും. എന്റെ ജീവിതത്തിൽ വരുന്ന ഹൈറാവട്ടെ, എനിക്ക് ഷെറായി തോന്നുന്നതാകട്ടെ, ഒക്കെ അള്ളാഹ് എനിക്ക് വിധിക്കുന്നതാണ്. ഞാൻ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് പരിഹാരമാവില്ല. എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതാണ്, ഞാൻ സഹിക്കണം, ഞാൻ ക്ഷമിക്കണം. അപ്പൊ എനിക്കതിന് വലിയ പ്രതിഫലമുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ ഒക്കെ സഹിക്കാൻ കഴിയലാണ് മൂന്നാമത്തെ വിഭാഗം സഹനം എന്ന് പറയുന്നത്. അവിടെ
സഹനക്കേടിന്റെ വാക്കുകൾ പറയാൻ പോലും പാടില്ല. അതുകൊണ്ടാണ് മരണത്തിന്റെ ഘട്ടത്തിൽ മാറത്തടിച്ച് നിലവിളിക്കുന്നതും മുടിയഴിച്ച് ആട്ടട്ടഹസിക്കുന്നതും പൊട്ടിപ്പൊട്ടി കരയുന്നതും ഒക്കെ ഹറാമാണെന്ന് പറഞ്ഞത്. എന്താ കാരണം? സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യാണ്. സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വേദന സഹിക്കുന്നില്ല, വേദനിച്ച് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അയാൾ ആത്മഹത്യ ചെയ്യാൻ പറ്റൂല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏത് വേദന വന്നാലും അള്ളാഹ് സഹിക്കുക ആ ഒരു വലിയ കഴിവാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാചകം നിങ്ങൾ ഓർക്കരുത്. സഹനം, ക്ഷമ എന്നൊക്കെ പറയുന്നത് എഴുതാൻ എളുപ്പാണ്, പറയാൻ എളുപ്പമാണ്. അവനവന്റെ ജീവിതത്തിലേക്ക് അത് കണക്ട് ചെയ്യപ്പെടുന്ന നിമിഷം മുതൽ ഏറെ പ്രയാസകരമാണ്. അള്ളാഹു നമ്മെ കരുത്തു പകരുമാറാകട്ടെ. നമുക്കൊരാളോട് ക്ഷമയും കൊണ്ടും സഹനം കൊണ്ടും ഒക്കെ കുറെ നേരം വാഴ്ന്നു പറഞ്ഞെടുക്കാൻ പറ്റും. അവനവന്റെ ജീവിതത്തിൽ ഏറെ സഹിക്കേണ്ടുന്ന, ക്ഷമിക്കേണ്ടുന്ന ഒരു ഘട്ടം വരുമ്പോ പതറിപ്പോകും. അവിടെയാണ് കരുത്ത് പടച്ചോൻ തരേണ്ടത്. അവിടെയാണ് റബ്ബിന്റെ തൗഫീക്ക് കിട്ടേണ്ടത്. പെട്ടെന്ന് ഞെട്ടിപ്പോകരുത്. ചിലപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റ് കൊടുത്തപ്പോഴായിരിക്കും റിസൾട്ടിൽ മാരകമായൊരു രോഗത്തിന്റെ റിസൾട്ട്. ഞെട്ടാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പതറാൻ പാടില്ല. സമനത്തോടെ, ക്ഷമയോടെ മരണം വരെ പിടിച്ചു നിൽക്കാൻ കഴിയണം. സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. പ്രയാസവും ബുദ്ധിമുട്ടൊന്നും വരുമ്പോ നമ്മൾ വിചാരിക്കരുത് അള്ളാഹ് എന്നോട് വെറുപ്പുണ്ടായിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു പോകരുത്. അള്ളാഹ് എന്നോട് ദേഷ്യമായിട്ടാ എന്നോട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു പോകരുത്. മോമിനീങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മോമിൻ ആലോചിക്കണം, എന്റെ ജീവിതത്തിന്റെ തിന്മകൾ കാരണം എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കായിരിക്കോ അല്ലാഹ്, എങ്കിൽ എന്നെ പുറത്തു തരണം. അത് പറയാം. വേറെ ക്ഷമകേടിന്റെ വാക്കൊന്നും പറയാൻ പാടില്ല. പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ ചിലപ്പോ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്ക് കൂടുന്ന ഇസ്ലാം പറയുന്നു. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അത് നമുക്ക് സ്വർഗം കൂടുതൽ കിട്ടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനിച്ചു കിടക്കുകയാണ് അള്ളാന്റെ റസൂൽ. സഹാബി രോഗം കാണാൻ പോയപ്പോ അള്ളാന്റെ റസൂലിന് പുതപ്പിട്ട് കൊടുത്തിട്ടൊന്നും വിറയല് നിൽക്കുന്നില്ല. പുതപ്പിന്റെ മീതയും പനിയുടെ ചൂടിങ്ങനെ സഹാബിക്ക് അനുഭവപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, എന്ത് പനിയാ നിങ്ങൾക്ക് പനിക്കുന്നത്? കഠിനമായ പനിയാണല്ലോ നബിയെ നിങ്ങൾക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങളിൽ ഒരാൾക്കുണ്ടാകുന്നതിന്റെ 2 ഇരട്ടി പനി എനിക്കുണ്ട്, 2 ഇരട്ടി കൂലിയുണ്ട് എന്ന് പറഞ്ഞു. ഇരട്ടി കൂലിയും എനിക്ക് കിട്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് ആരായിരിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, ജനങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ നബിമാരായിരിക്കും. കണ്ടോ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാവർ. അവർക്ക് അള്ളാഹിനുള്ള കഴിവും കൊടുക്കും, സഹിക്കാനുള്ള കഴിവും കൊടുക്കും, ക്ഷമയും കൊടുക്കും. പിന്നെ ഫല്ലംസൽ, അതിനോടടുത്തവർ, അവരോടടുത്തവർ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ഈമാൻ എത്രത്തോളം കടുപ്പമുണ്ടോ അത്രത്തോളം പരീക്ഷണങ്ങളും കടുപ്പമുണ്ടാകും. ഒരാൾക്ക് എത്രത്തോളം ദീനിൽ കടുപ്പമുണ്ടോ അത്രത്തോളം പരീക്ഷണങ്ങളും കടുപ്പമുണ്ടാകും. അപ്പൊ മോമിൻ ഒരിക്കലും എന്ത് ചെയ്യരുത്? പതറാൻ പാടില്ല. അല്ലാഹു എനിക്ക് ഇതുകൊണ്ട് കുറെ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും വേണം. തവക്കുലാക്കുക, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, സഹിക്കുക, ക്ഷമകേടിന്റെയും സഹനക്കേടിന്റെ ഒരു വാക്കും പറയാതിരിക്കുക. അങ്ങനെ സ്വർഗം മോഹിക്കുക. അതാണ് ക്ഷമയുടെ 3ാമത്തെ ഈ ഭാഗം. കുഞ്ഞ് മരിച്ചുപോയ ഘട്ടത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഉമ്മ വളർത്തിയുണ്ടാക്കിയ, താരാട്ടി വളർത്തിയുണ്ടാക്കിയ പൊന്നോമന, കണ്ണ് വളരുന്നു, കൈ വളരുന്നു, കാല് വളരുന്നു നോക്കി വളർത്തിയുണ്ടാക്കിയ മോൻ, അവന്റെ ചലനങ്ങളും ഓട്ടങ്ങളും നടത്തങ്ങളും ഇരുത്തങ്ങളും ഒക്കെ കണ്ട് ഏറെ ആഹ്ലാദിച്ച മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കുട്ടിയാണ് മരിച്ചു പോവുകയാണ്. എന്താണ് അവിടെ പറിച്ചെടുത്തത്? ആ മനുഷ്യന്റെ കരളാണ് പറിച്ചുകൊണ്ടുപോയത്. ആ ഉമ്മയുടെ കരളാണ് കൊണ്ടുപോയത്. ബാപ്പയുടെ കരളാണ് മുറിച്ചു കൊണ്ടുപോയത്. എന്നിട്ടും സഹനക്കേടിന്റെ ഒരു വാക്ക് പറയാതെ
ഇന്ന ലില്ലാഹി മാ അഖദാ വലില്ലാഹി മാ അഅതാ. അല്ലാഹുവിന് എടുത്തതൊക്കെ അല്ലാഹു വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്റേതാണ്. അല്ലാഹു വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതും അവന്റേതാണ്. തന്ന റബ്ബിനെ അവൻ ഉദ്ദേശിക്കുമ്പോ എപ്പോ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുപോകാമല്ലോ എന്നും പറഞ്ഞു മനസ്സിനെ പഠിപ്പിച്ച് ക്ഷമകേടിന്റെ ഒരു വാക്കും പറയാതെ അല്ലാഹുവേ നിന്റെ തീരുമാനത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞ് പിടിച്ച ക്ഷമയോടെ നിലനിൽക്കാൻ കഴിയുന്ന ഉമ്മക്ക് ഉപ്പക്ക് ബൈത്തുൽ ഹംദ് എന്ന പേരിൽ സ്വർഗത്തിൽ പ്രത്യേകം ഭവനമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്നുള്ള പേരിൽ ഒരു പ്രത്യേക സ്വർഗമുണ്ട്. എന്താ അതൊക്കെ സഹനം, എത്രയതൊക്കെ ക്ഷമിക്കേണ്ടി വരിക. തന്റെ കൂടെ സഹായിക്കാനും തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള പ്രായമായി എന്ന് വരുന്ന ഘട്ടത്തില് എത്ര മക്കളെ അല്ലാഹു കൊണ്ടുപോകുന്നു, എത്ര ആളുകൾ മരിച്ചു പോകുന്നു. അവിടെയൊക്കെ മനസ്സിന് കരുത്ത് കിട്ടണമെങ്കിൽ ഇത് വേണം. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ക്ഷമയും സഹനമൊക്കെ ആദ്യം മനസ്സിനെ പഠിപ്പിച്ചു വെക്കണം. അത് അള്ളാഹിനോട് തേടുകയും വേണം. റബ്ബേ നീ എനിക്ക് സബർ തരണം, സബർ തരണം. കുറച്ചൊന്നും സബർ കിട്ടിയാ പോരാ. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ക്ഷമ തരണേ എന്നല്ല പറഞ്ഞത്, അഫ്രിഗ് അലൈനാ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണേ. കണ്ടോ ആ പ്രയോഗം, ഖുർആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ. അഫ്റഗ എന്ന് പറഞ്ഞാൽ വാരി കോരിയാണ്ട് ഒഴിച്ചു കൊടുക്കല, അതാ അഫ്റഗ, ചൊരിഞ്ഞു കൊടുക്കൽ. ക്ഷമ ചൊരിഞ്ഞു തരണം. ക്ഷമ കുറച്ചൊന്നും പോരാ, ക്ഷമിക്കേണ്ട ഇടത്ത് കുറെ കഴിഞ്ഞിട്ട് ക്ഷമിക്കുന്നതല്ല ക്ഷമ. ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാൻ കഴിയണം എന്നാണ്, അതിനാണ് കൂലി. ആദ്യഘട്ടത്തിലെ ക്ഷമ. ഇന്നമസ് സബറു ഇൻദ സദമത്തിൽ ഊലാ. ആദ്യ ഷോക്കിന്റെ ഘട്ടത്തിൽ ക്ഷമിക്കലാണ് ക്ഷമ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയുടെ ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഒരു കുഞ്ഞു പൈതലിന്റെ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട് ഒരു പെണ്ണിങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. കുട്ടിയുടെ ഉമ്മയാണ്. അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ കരയല്ലേ, അല്ലാഹ് തന്നത് എടുത്തുകൊണ്ടുപോയതല്ലേ, ക്ഷമിക്കൂ, സ്വർഗമുണ്ട്. ആ സ്ത്രീക്കറിയില്ലായിരുന്നു ഈ ഉപദേശിക്കുന്നത് മഹാനായ നബി തങ്ങളാണെന്ന് അറിയില്ലായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, ഇലൈക അന്നീ, വിട്ടുപോയ എന്റെ മുമ്പെന്ന്, എനിക്ക് ബാധിച്ചത് നിങ്ങൾക്കായിരുന്നുവെങ്കിൽ ഇതിലപ്പുറം കാണാമായിരുന്നു. ദേഷ്യം പിടിച്ചു ആ സ്ത്രീ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചൂടായോ? അവരുടെ മാനസികാവസ്ഥ അതാണ്. ഒന്നും മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കടന്നുപോയി. കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീയോട് ആരോ പറഞ്ഞു, നിങ്ങളോടാ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലായിരുന്നു. ആ സ്ത്രീക്ക് സഹിക്കാൻ പറ്റിയില്ല. നേരെ പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കേക്ക് പോയി, പ്രവാചകരെ, ഞാൻ ആളറിയാതെ സംസാരിച്ചു പോയി, എനിക്ക് ക്ഷമിക്കാൻ കഴിയാതെ, എനിക്ക് ആ നേരത്ത് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി, നബിയെ മാപ്പാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകാണ്, ക്ഷമ ആദ്യ ഷോക്കിലാ വേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷമ എല്ലാവർക്കും വരും. കുറച്ച് കഴിഞ്ഞാൽ ക്ഷമയും സഹനമൊക്കെ എല്ലാവർക്കും വരും. പക്ഷേ അതല്ല, ആദ്യഘട്ടത്തിലെ ആദ്യ ഷോക്കിലെ ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിന്ന് പറഞ്ഞതിന്റെ ചുരുക്കം, ക്ഷമ സ്വർഗം കിട്ടാൻ അനിവാര്യമാണ്. അതിന് 3 ഇനങ്ങളുണ്ട്. നന്മകൾ ചെയ്താൽ വാരിക്കൂട്ടാൻ നല്ല സഹനം വേണം. തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നല്ല സഹനം വേണം. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനും സഹിക്കാനും നല്ല ക്ഷമ വേണം. ഇത് ഉള്ളവർക്കേ സ്വർഗം കിട്ടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കരുത്തും കേൾപ്പുമുള്ള സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി ലോകത്തോട് വിട പറയാൻ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബാദികൾക്കും എല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിക്കാനും അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും എല്ലാം സഹനവും ക്ഷമയും നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات.
اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.